ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും അപ്പാനി ശരത്ത് എവിക്റ്റ് ആയിരിക്കുകയാണ്. വളരെയധികം രസകരമായ എന്നാൽ മനോഹരമായ ഒരു എവിക്ഷൻ പ്രോസസ്സ് ആയിരുന്നു അല്ലേ ഇന്നലത്തേത്. അതായത് നോമിനേഷനിലുള്ള 15 പേരിൽ 6 പേരെയായിരുന്നു എവിക്ഷൻ പ്രോസസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവർക്കായിട്ട് ഗാർഡൻ ഏരിയയിൽ ഒരു കളം വരച്ചിട്ടുണ്ട്. ഈ കളത്തിൽ ഈ 6 പേരും നിൽക്കണം. ഇവർക്കായിട്ട് പുലിയുടെ ഒരു മാസ്ക് കൊടുക്കും, മുഖംമൂടി കൊടുക്കുന്നു. അങ്ങനെ പാട്ട് വെക്കുന്ന സമയത്ത് ഒരു വേട്ടക്കാരൻ വരും. വേട്ടക്കാരൻ ഏത് പുലിയാണോ ഹണ്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ വ്യക്തിയാണ് എവിക്റ്റ് ആവുന്നത്. അങ്ങനെ ആദ്യം വേട്ടക്കാരൻ വന്നിട്ട് ബിന്നിയെ കൊണ്ടുപോകുന്ന സമയത്ത് മസ്താനി അവിടെ നിന്നുകൊണ്ട് സൂപ്പർ ബിഗ് ബോസ് പറഞ്ഞിട്ട് കൈ കൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. ശേഷം ബിന്നിയെ തിരിച്ചുകൊണ്ട് നിർത്തിയതിന് ശേഷം ഒനിയൽ സാബുവിനെ കൊണ്ടുപോകുന്നു. ഒനിയൽ സാബുവിനെയും തിരിച്ചുകൊണ്ട് നിർത്തിയ ശേഷം ഏറ്റവും അവസാനം അപ്പാനി ശരത്തിനെയായിരുന്നു വേട്ടക്കാരൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പാനി ശരത്തിനെ കൊണ്ടുപോകുന്ന സമയത്തും ഇവരെല്ലാവരും വിചാരിച്ചത് ബിന്നിയെയും ഒനിയലിനെയും ചെയ്തതുപോലുള്ള പ്രാങ്ക് ആയിരിക്കും എന്നതാണ്. പിന്നീടാണ് ഇവർക്ക് കാര്യം എന്താണ് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്തത്. എന്തായാലും എല്ലാവർക്കും വളരെയധികം സങ്കടമുണ്ടായിരുന്നു. അക്ബറൊക്കെ അത്രത്തോളം നെഞ്ചിടിപ്പോടെയായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം അക്ബറിൻ്റെ എത്രത്തോളം ഇൻറ്റിമേറ്റ് ആയ ഒരു ഫ്രണ്ടാണ് അപ്പാനി ശരത്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം വേദിയിൽ വെച്ചുകൊണ്ടും അപ്പാനി ശരത്തും അക്ബറും വളരെയധികം വികാരഭരിതരാവുന്നുണ്ടായിരുന്നു. അക്ബർ അത്രത്തോളം കരയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട്. തനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് ഈ ഒരു വിഷമം എന്നുള്ളതൊക്കെ അക്ബർ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം മറ്റൊരു വ്യക്തി മാത്രം ചിരിച്ചുല്ലസിച്ചുകൊണ്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, മസ്താനി അപ്പാനി ശരത്ത് എവിക്റ്റായ സമയത്ത് ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും എല്ലാം താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു പ്രേക്ഷകർ, ഇനി അടുത്ത വീക്ക് ഞാൻ എവിക്റ്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല, ആ ഒരു വ്യക്തി ഒരിക്കലും യോഗ്യനല്ല ഇവിടെ നിൽക്കാൻ എന്നുള്ളതൊക്കെ മസ്താനി പറയുന്നുണ്ടായിരുന്നു. മസ്താനി തെറി വിളിച്ചു എന്നതിൻ്റെ പേരിലാണ് മസ്താനിക്ക് അപ്പാനി ശരത്തിനോട് ഇത്രത്തോളം ദേഷ്യമുണ്ടായിരുന്നത് എന്നുള്ളതാണ് മസ്താനി പറയുന്നത്. എങ്കിൽ എനിക്ക് ചോദിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ബിന്നിയെ ഈ വേട്ടക്കാരൻ കൊണ്ടുപോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഇപ്പറഞ്ഞ മസ്താനി സൂപ്പർ ബിഗ് ബോസ് പറഞ്ഞ് കൈകൊട്ടി ചിരിച്ചു? അങ്ങനെയെങ്കിൽ ബിന്നി എവിക്റ്റായ സമയത്തും മസ്താനിക്ക് ഇത്രത്തോളം സന്തോഷമുണ്ട്, അപ്പാനി ശരത്ത് എവിക്റ്റായ സമയത്തും ഇത്രത്തോളം സന്തോഷമുണ്ട്. അപ്പോൾ അപ്പാനി ശരത്ത് തെറി വിളിച്ചു എന്നതിൻ്റെ പേരിലാണെന്ന് മസ്താനി പറഞ്ഞു. ബിന്നി എന്ത് ചെയ്തതിൻ്റെ പേരിലാണ് എന്നുള്ളത് മസ്താനി ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തായാലും ബിഗ് ബോസിനോടും പ്രേക്ഷകരോടുമെല്ലാം താങ്ക് യു പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പാനി ശരത്ത് ചെയ്തിരിക്കുന്നത് ശരിയാണ് എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. അപ്പാനി ശരത്ത് ഒരു കാരണവശാലും ഒരു ഷോയിൽ ഇത്രയധികം മോശമായൊരു അസഭ്യവാക്ക്, ഒരു തെറി പറയരുതായിരുന്നു. എന്നാൽ ഒരു കണ്ടസ്റ്റൻ്റ് എവിക്റ്റ് ആവുന്ന സമയത്ത് ആ ഒരു വ്യക്തി എന്നേക്കുമായ ആ ഒരു ഷോയിൽ നിന്ന് അല്ലെങ്കിൽ എന്നേക്കുമായ ആ ഒരു വീട്ടിൽ നിന്നും പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു വ്യക്തിയുടെ കൂടെ പോയി നിന്നുകൊണ്ട് കരഞ്ഞ് ബഹളം വെക്കണം എന്നൊന്നുമില്ല. എങ്കിലും ഇത്തരത്തിൽ സന്തോഷിക്കാതിരിക്കാമായിരുന്നു എന്നത് ഒരു ഡിഗ്നിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാനേഴ്സ് എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണ്. അക്കാര്യത്തിൽ മസ്താനി സീറോയാണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് എത്രത്തോളം ദേഷ്യമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഷോയിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ ഒരു സംഭവമായിരിക്കും ഒരുപക്ഷെ മസ്താനി ഇപ്രകാരം പ്രകടിപ്പിച്ചത്. മറ്റേത് കണ്ടസ്റ്റൻറ്റും ഇത്തരത്തിലൊരു സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നതായി ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും മസ്താനിയുടെ ക്വാളിറ്റി, മാനേഴ്സ്, മാനുഷിക പരിഗണന എന്നതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇന്നലത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും അപ്പാനി ശരത്ത് എവിക്റ്റ് ആയിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റും എപ്പിസോഡിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.